ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ UPSC നടത്തുന്ന കമ്പൈൻ ഡിഫൻസ് സർവീസസ് എക്സാമിനേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇംഗ്ലീഷിലെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഈ വീഡിയോയിൽ തന്നെ 2024 CDS എക്സാമിനേഷൻ CDS 2 2024 എത്ര ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്സിൽ നിന്നും വന്നെന്നും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ആണിത്, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് എത്ര എണ്ണമാണുള്ളത്? 8 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ഇതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് വരുന്നത്. 2024 CDS 2 എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരുന്നത്? 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഉണ്ടായിരുന്നത്. എന്താണ് അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതെന്ത് ചെയ്യുക, 2025 നടക്കാൻ പോകുന്ന CDS എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. അടുത്തതാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. ഇതെന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇതിന് ഇമ്പോർട്ടൻസ് പറയേണ്ട കാര്യം തന്നെ ഇല്ല. 2024 CDS 2 എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്? റീഡിംഗ് കോംപ്രഹെൻഷനിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിരുന്നത്. സോ എന്താണ്, ഉറപ്പായിട്ടും അടുത്ത എക്സാമിലും എന്താണ്, റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ടോപ്പിക് ആണ് സിനോണിംസ്. സിനോണിംസിന് എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്? 2024 CDS 2 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു CDS 2 വന്നിരുന്നത്. ഈ CDS 2 മാത്രമല്ല, അതായത് 2024 CDS 2 മാത്രമല്ല, നമ്മളൊരു പ്രീവിയസ് ഒരു 5 ഇയേഴ്സിലുള്ള എല്ലാ CDSന്റെ എക്സാമും എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെല്ലാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സ്പോട്ടിംഗ് എറർ. CDS 2 2024 CDS 2 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു സ്പോട്ടിംഗ് എറർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, 2 ആന്റോണിംസ്, 3 വൊക്കാബുലറി, 4 prepositions and determiners, 5 sentence improvement, 6 sentence completion, 7 ordering of words and sentences, 8 clause test. അപ്പൊ ഇത്രയാണ് എന്ത് UPSC നടത്തുന്ന CDS എക്സാമില് ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. നമ്മളിപ്പോ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുക, അടുത്ത വർഷത്തെ അതായത് 2025 എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക്സ്, അതായത് ഈ വർഷം നടക്കാനിരിക്കുന്ന CDS 1 വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് പഠിച്ചു പോകുക. ഒന്നുകൂടി നോക്കാം ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന്. ഒന്നാമത്തേത് പാർട്സ് ഓഫ് സ്പീച്ച്, റീഡിംഗ് കോംപ്രഹെൻഷൻ, സിനോണിംസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സ്പോട്ടിംഗ് എറർ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ആന്റോണിംസ്, വൊക്കാബുലറി, prepositions and determiners, sentence improvement, sentence completion, ordering of words and sentences, clause test. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇംഗ്ലീഷിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പം CDS OT ഒക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 80-ന് മുകളിൽ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യുക. കാരണം നമുക്ക് നമ്മുടെ ജനറൽ നോളജ് പേപ്പർ, ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ പൊളിറ്റി, ഗവേണൻസ് ഒക്കെ ഭയങ്കര വാസ്റ്റ് ആണ് സിലബസ്. അപ്പൊ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഇംഗ്ലീഷിന്റേതാണെങ്കിൽ അങ്ങനെയല്ല, നമുക്കറിയാം ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയാം. അപ്പൊ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് കൂടുതലായിട്ടെന്നല്ല, ഒരുപോലെ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പറ്റുന്ന ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഏത്, CDSന്റെ ഇംഗ്ലീഷ് പേപ്പർ എന്ന് പറയുന്നത്. സോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെന്താണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട്സ് അവൈലബിൾ ആണ്, വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു.